ഹലോ ഫ്രണ്ട്സ്, അഡീനിയ ഹബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അഡീനിയം വീഡിയോയുമായിട്ടാണ്. എൻ്റെ ഒരഡീനിയം കേടായിപ്പോയി, അതിൻ്റെ മൂട് അഴുകിപ്പോയി. ഇനി അത് എങ്ങനെ റിക്കവർ ചെയ്തെടുക്കാം എന്നതിനെ പറ്റിയാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത്. പലരുടെയും അഡീനിയം ഇതുപോലെ കേട് വന്നിട്ടുണ്ടാകാം. ഈ അഡീനിയമാണ് എൻ്റെ കേട് വന്നു പോയത്. ഈ കമ്പ് ഞാൻ പ്രൂൺ ചെയ്തതിൽ തിളിർപ്പ് വരാത്തത് കൊണ്ടാണ് ഞാൻ ഇളക്കി നോക്കിയത്. ഇത് മൂട് നല്ല രീതിയിൽ കേട് വന്നിട്ടുണ്ട്. ഞാൻ ഈ അഡീനിയം നേരത്തെ റീപോർട്ട് ചെയ്യുമ്പോൾ അത് നേരിട്ട് ചട്ടിയിൽ നിന്നെടുത്ത് നടുകയാണ് ചെയ്തത്. ഇത് സാഫിൽ മുക്കി ഉണക്കാനൊന്നും വെച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ടായിരിക്കും ഇതുപോലെ കേടായത്. ഇത് നമുക്ക് കഴുകിയെടുക്കാം. ഇതുപോലെ നല്ല ഫോഴ്സിൽ വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കാം. മണ്ണെല്ലാം പോകത്തക്ക രീതിയിൽ കഴുകിയെടുക്കണം. അങ്ങനെ നല്ല രീതിയിൽ കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് നല്ല രീതിയിൽ തന്നെ കേട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലോട്ട് കേടുണ്ട്, അഴുകലുണ്ട്. ഇത് ഒരുപാട് ചെത്തിക്കളയാനുണ്ട്. അതിനു മുൻപ് അരമണിക്കൂർ സാഫ് കലക്കിയ വെള്ളത്തിൽ മുക്കി വയ്ക്കാം. അതിനിതുപോലെ ബക്കറ്റിൽ വെള്ളമെടുത്ത്, ഇത് സാഫാണ്, ഫംഗിസൈഡ്, 1 സ്പൂൺ സാഫ് എടുത്ത് വെള്ളത്തിൽ കലക്കി ഈ അഡീനിയം ഇതിൽ മുക്കി വയ്ക്കാം. അതിൻ്റെ കോഡക്സ് മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ വയ്ക്കണം. അരമണിക്കൂർ കഴിഞ്ഞ് നമുക്കിത് പുറത്തെടുത്ത് ചെത്തിയെടുക്കാം. ഇത് ചെത്തി എടുത്തതിന് ശേഷം നിങ്ങളെ ഞാൻ കാണിക്കാം. ചെത്തിയെടുത്ത് സാഫ് തേച്ച് ഉണക്കാൻ വെച്ചതിന് ശേഷം നിങ്ങളെ ഞാൻ നടുന്ന വീഡിയോ കാണിക്കാം. അരമണിക്കൂർ കഴിഞ്ഞ് ഇതുപോലെ സാഫിൽ നിന്നും നമുക്ക് എടുത്ത് ഇത് ചെത്തിയെടുക്കാം. എന്നിട്ട് നമുക്ക് പുതിയ ബ്ലേഡ് എടുക്കണം. ബ്ലേഡ് അല്ലെങ്കിൽ പുതിയ കത്തി ആയാലും മതി. ഇത് ബ്ലേഡ് കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. ഉള്ളിലോട്ട് ഒരുപാട് കേടുണ്ട്, ഒരുപാട് ചെത്തിക്കളയാനുണ്ട്. ഇത് ചെത്തി കഴിഞ്ഞ് സാഫ് തേച്ചതിന് ശേഷം കാണിക്കാം. അങ്ങനെ ആ അഡീനിയം ചെത്തിയെടുത്ത് ഈ രൂപത്തിലാക്കി. ഇത് ഞാൻ 1 മാസം തണലത്ത് കെട്ടി തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു, ചെത്തി സാഫ് തേച്ച്. അതിന് ശേഷമാണ് നടാനെടുത്തത്. ഇത് ഒരുപാട് ചെത്തി കളഞ്ഞതുകൊണ്ട് ഇത് നല്ല രീതിയിൽ സാഫ് തേച്ച് ഉണങ്ങാൻ വെക്കണമായിരുന്നു. ഇത് ഞാൻ നടാനായിട്ട് എടുത്തിട്ടുള്ള പോട്ടി മിക്സ് ഗാർഡൻ സോയിലും എംസാൻഡും ആട്ടും കാഷ്ടം പൊടിച്ചതും മാത്രമാണ്. മറ്റു വളങ്ങളൊന്നും ഇപ്പോൾ ചേർക്കുന്നില്ല. തിളിർപ്പ് വന്നതിന് ശേഷം മറ്റു വളങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. ഇനി കുറച്ച് സാഫ് കലക്കിയ വെള്ളം നട്ട അഡീനിയത്തിന് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നല്ലൊരു ആനയുടെ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ ആന തുമ്പിക്കൈ പൊക്കി നിൽക്കുന്നത് പോലെ ഉണ്ട്. നേരത്തെ എൻ്റെ ഒരഡീനിയം കൂടി ഇതുപോലെ കേടായി പോയിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അത് നല്ല തിളിർത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാം. ടാറ്റാ.